കോഴിക്കോട് കോർപ്പറേഷനിൽ LDF-ന് വേണ്ടി വോട്ട് തേടി ലീഗിൽ നിന്ന് രാജിവെച്ച മൂന്നാലിങ്കൽ വാർഡ് കൗൺസിലർ കെ റംലത്ത് രാജിവെച്ചതിന് പിന്നാലെ റംലത്ത് RJD അംഗത്വം സ്വീകരിച്ചിരുന്നു. പാർട്ടി മാറി മത്സരിക്കുന്ന റംലത്തിന് ജനങ്ങൾ വിധി എഴുതുമെന്ന് പറയുകയാണ് ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥി. ഇതിനിടയിൽ വോട്ടുറപ്പിക്കാൻ ശ്രമിക്കുകയാണ് BJP സ്ഥാനാർത്ഥി. UDF-ന്റെ ബാനറിലായിരുന്നു മത്സരിച്ച്. ഇത്തവണ LDF-ന്റെ കൊടിയൊക്കെ പിടിച്ചിട്ടാണ് പ്രചരണത്തിന് ഇറങ്ങുന്നത്. എന്താ സംഭവം? ഞാൻ പ്രാദേശിക നേതൃത്വമായിട്ടുള്ള പ്രശ്നം കൊണ്ടാണ് ഇപ്പോൾ ഈ രീതിയിലേക്ക് ഇപ്പോൾ ഞാൻ ഒരു RJD കാൻഡിഡേറ്റായിട്ട് ഇപ്പോൾ ഈ തവണ മത്സരിക്കുന്നത്. നേതൃത്വം കുറച്ച് ഇടഞ്ഞു നിന്നെങ്കിലും നാട് എൻ്റെ ഒപ്പമാണ്. ആ ഒരു രീതിയിൽ തന്നെ ഇപ്പോൾ വാർഡ് വിഭജനമായിട്ട് മുന്നോട്ട് പോയപ്പോൾ കുറേ വാർഡിൻ്റെ ഏരിയ കൂടി. എന്നാലും ആ രീതിയിൽ ജനങ്ങൾക്കൊരു ഉറപ്പ് നൽകാൻ എനിക്ക് പറ്റും. ഞാനാണ് ജനപ്രതിനിധിയായി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ജനങ്ങളോടൊപ്പം നിൽക്കും. കഴിഞ്ഞ തവണയും ഞാൻ സീറ്റ് ചോദിച്ചിട്ടല്ല എനിക്ക് പാർട്ടി തന്നത്. തന്നാൽ ആ സീറ്റ് സ്വീകരിക്കുമായിരുന്നു. പക്ഷേ എൻ്റെ അടുത്ത് അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. പാർട്ടി എന്നാൽ സീറ്റ് നിഷേധിച്ചു എന്നും പറഞ്ഞില്ലായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായ സമയത്ത് എന്തായാലും ഇനി അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല എന്ന് നിൽക്കുമ്പോൾ ഒരിടത്തേക്കും ഇല്ല എന്ന് നിൽക്കുന്ന സമയത്താണ് ഞാൻ എന്തായാലും ഒരു കാൻഡിഡേറ്റായി വരണം എന്ന് എൻ്റെ നാട്ടുകാർ ആഗ്രഹിച്ച സമയത്താണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നിട്ടുള്ളത്. പെട്ടെന്ന് പാർട്ടി മാറി. അപ്പോൾ ഈ വോട്ടർമാർക്കൊക്കെ സംശയം ഉണ്ടാവില്ലേ ഇതെന്താ ഇങ്ങനെ എന്നുള്ളത്? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ പാർട്ടിക്ക് ഒരു 100% വിജയ സാധ്യതയുള്ള ഒരു A ക്ലാസ് സീറ്റിൽ മത്സരിച്ച ഒരു വ്യക്തിയല്ല. പാർട്ടിയുടെ C ക്ലാസ് സീറ്റിൽ മത്സരിച്ച് ജയിച്ച ഒരാളാണ് ഞാൻ. ജയിച്ചെന്നെ പാർട്ടി എന്നെ വിശ്വസിച്ച് ജനങ്ങൾക്ക് തിരിച്ചും അത് നൽകുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അത് തിരിച്ച് 5 വർഷം അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ LDF പ്രചാരണം എങ്ങനെയുണ്ട്? സ്ഥാനാർത്ഥിയായിട്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഞാൻ അപ്പുറത്തെ കൗൺസിലറും ഞാൻ ചെയ്ത വികസനങ്ങളും നാട്ടുകാർക്ക് അറിയാം. അപ്പോൾ എൻ്റെ വാർഡിൽ എനിക്ക് യാതൊരു സംശയമില്ല. പിന്നെ ഇവിടേക്കും ഞാനൊരു പരിചിത മുഖം എന്നുള്ള രീതിയിൽ ഇവർക്കും ഒരു പ്രയാസമൊപ്പം നിലവിലില്ല. നല്ല പോസിറ്റീവായിട്ട് തന്നെയാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. വിശ്വാസവഞ്ചനയ്ക്കെതിരെ ഒരു വോട്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഏതായാലും LDF-നെ UDF നേരിടുന്നത്. അപ്പോൾ എങ്ങനെ പോകുന്നു പ്രചരണമൊക്കെ? പ്രചരണം നന്നായിട്ട് പോകുന്നുണ്ട്. മൊത്തത്തിൽ വാർഡിൽ ഇപ്പോൾ ഫസ്റ്റ് റൗണ്ട് എന്നതോടുകൂടി പൂർത്തീകരിക്കപ്പെടുകയാണ്. മുൻ കൗൺസിലർ മുസ്ലിം ലീഗിൽ നിന്ന് വിട്ടുപോയതും വേറെ പാർട്ടിയിൽ ചേർന്നതും ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ വോട്ടിൽ അത് കാര്യമായ ഒരു കുറവുണ്ടാക്കാനുള്ള സാധ്യതയുണ്ടോ? അത് ജനങ്ങൾ മറുപടി പറയേണ്ട ഒരു കാര്യമാണ്. എന്നാലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ഒരു ചിത്രവും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചവർ അപ്പുറം പോയി സ്ഥാനാർത്ഥിയായപ്പോഴുള്ള ചിത്രവും എന്നെ സംബന്ധിച്ചിടത്ത് ജനങ്ങളുടെ മനസ്സ് വായിക്കാൻ ഒരു പൊതുപ്രവർത്തകന് കഴിയും. ആ മനസ്സ് വായനയിൽ അതിനെതിരായി അവരെന്ത് നിലപാട് സ്വീകരിച്ചു എന്നത് വളരെ കൃത്യമാണ്. അവർ ഈ രാഷ്ട്രീയ വിശ്വാസവഞ്ചനക്കെതിരായ നിലപാട് സ്വീകരിച്ചു എന്ന് എനിക്ക് അവരുടെ മുഖങ്ങളിൽ നിന്ന് കണ്ണുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. ഇപ്പോൾ പ്രചരണമൊക്കെ എങ്ങനെ പോകുന്നു? പ്രചരണം ഉഷാറായിട്ട് പോകുന്നുണ്ട്. ഇതിപ്പം UDF വിട്ട് LDF-ൽ ചേർന്ന സ്ഥാനാർത്ഥിയാണ് അപ്പുറത്ത് നിൽക്കുന്നത്. അപ്പോൾ അവർ കഴിഞ്ഞ തവണത്തെ കൗൺസിലറും കൂടിയായിരുന്നു. അപ്പോൾ മത്സരം കുറച്ചുകൂടി ടൈറ്റ് ആവുമോ? ബാക്കിയുള്ളവർ എന്ത് ചെയ്തു എന്നുള്ളതിനെ കുറിച്ചല്ല നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ജനങ്ങളിലേക്ക് എത്തിക്കുക. മുസ്ലിം ലീഗ് വിട്ട് LDF-ൽ ചേർന്ന കെ റംലത്ത് ഏതായാലും UDF-ന് തിരിച്ചടിയാകുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയാം. ജസ്റ്റിൻ മാത്യുവിനൊപ്പം അഞ്ജന സുകുമാരൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.